ഡോക്ടറെ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവയവങ്ങൾ ദാനം ചെയ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹൃദ്രോഗികൾ തന്നെ ഒരുപാട് ആൾക്കാർ, ഡോക്ടറെ തന്നെ പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ അവയവദാനം കുറച്ച് സങ്കീർണവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് അവയവങ്ങൾ തേടിപ്പോകുന്ന രോഗികളും കേരളത്തിലുണ്ട്. അപ്പോൾ ഈ അവയവദാനത്തെക്കുറിച്ച് ഒരുപാട് അവബോധം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ ഡോക്ടർ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് വലിയ സെറ്റ് ബാക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നതിന് ശേഷവും ഈ ടെലിവിഷൻ ചാനലുകളുടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇതിനെതിരെയുള്ള ചില പ്രചാരണങ്ങളൊക്കെ വരുന്നു. ചിലത് സത്യമാവാം, പക്ഷേ ഈ ഒറ്റപ്പെട്ട കേസുകളെടുത്ത് പർവ്വതീകരിച്ച് ഈ അവയവദാനത്തിനെ തച്ച് തകർക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഡോക്ടർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇത്രയധികം ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ ചെയ്ത ഒരാളെന്ന നിലയിൽ ഇതിൽ പ്രൊഫഷണലായ ട്രെയിനിങ് കിട്ടിയ ഒരു വിഷഗുരൻ എന്ന നിലയിൽ അങ്ങെന്ത് പറയും? ഇത് 2013 കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹൃദയം മാറ്റിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അവയവദാനം നിർവഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അവിടെ നിന്നും ഈ വർഷങ്ങളിലെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ സാഹചര്യങ്ങൾ വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കേരളീയർ വളരെ അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്, ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അതിന് സ്ഥിരീകരിക്കപ്പെടാതെ തന്നെ വിശ്വസിച്ച് പോകുന്നൊരു സമൂഹമാണ് നമ്മളുടേത്. ആശുപത്രികൾ അല്ലെങ്കിൽ ഡോക്ടർമാർ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കോടികൾ സമ്പാദിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയും നമ്മുടെ സമൂഹത്തിലേക്ക് അത് പടർന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവയവം ദാനം ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം വളരെ സുതാര്യമായിട്ടാണ് സംഭവിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു മൃതസഞ്ജീവനി ഒരു ബോഡിയിലൂടെയാണ് അത്. നമ്മൾ അവയവം ലഭിക്കുന്നതിന് 1 മണിക്കൂർ മുൻപോ 2 മണിക്കൂർ മുൻപോ മാത്രമായിരിക്കും ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ പേഷ്യൻറ്റിന് അവയവം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. അത്രമാത്രം വ്യക്തതയോടുകൂടി ഒരു നിയമപരമായിട്ടാണ് നമ്മളുടെ ഓർഗൻ ഡൊണേഷൻ സിസ്റ്റം കേരളത്തിൽ നിർവഹിക്കപ്പെടുന്നത്. എന്നാലും ചില വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങൾ, ചില സെലിബ്രിറ്റീസ്, ചില സിനിമകൾ, ചില ഞങ്ങളുടെ ഡോക്ടർ സമൂഹത്തിൽ തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന കുറേ വ്യക്തികൾ, അവരെല്ലാമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് തെറ്റിദ്ധാരണ പടർത്തുകയും അതുവഴി അവയവദാനം കേരളത്തിൽ വളരെ കുറഞ്ഞതും. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പേഷ്യൻസ് വളരെയധികം ബുദ്ധിമുട്ടി അന്യ സംസ്ഥാനങ്ങളിൽ പോവുകയും സാമ്പത്തികമായ ബാധ്യത വരുത്തി വയ്ക്കുകയും വളരെ കുടുംബത്തിനും അവരുടെ ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ സാധാരണമായി സംഭവിക്കുന്നു. അത് തടയാനുള്ള മാർഗം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് അവയവം കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഹെലികോപ്റ്റർ നമ്മൾക്ക് സൗജന്യമായിട്ട് വിട്ടുതന്നു. അവരുടെ മന്ത്രിമാരും പോലീസ് ഓഫീസേഴ്സും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വീണ്ടും വരണം. ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് എതിരെ ശക്തമായ നടപടി എടുക്കാനുള്ള ഒരു തീരുമാനം ആരോഗ്യവകുപ്പിൽ നിന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഭാവിയിൽ നമ്മൾക്ക് മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം മുന്നോട്ട് പുരോഗമിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.